എന്റെ ഓങ്ങല്ലൂർ ഗണപതി, ഈ ഒറ്റ കൊമ്പനി നിന്നെ രക്ഷപ്പെടുത്തി ഒരു കിലോ പഴം തന്നേക്കാവേ. അയ്യോ, ഞാനിതാ വന്നേ. എന്റെ പൊന്ന് അച്യുതൻകുട്ടി ചാടരുത്, എന്നെ മുക്കി കൊല്ലരുത്. കുഞ്ഞുകുട്ടി പരാധീനക്കാരനാണ്. പരാധീനം മാറ്റാൻ മാന്യമായ ഒരു തൊഴില് സർക്കാർ നിനക്ക് തന്നിട്ടില്ലേ? ഉണ്ട്. പിന്നെന്തിനാ ഈ പണിയുമായിട്ട് എന്റെ തറവാട്ടി കയറിയത്? എന്താ ചോട്ടാ പ്രശ്നം? പോസ്റ്റ്മാന്റെ പണിയെടുത്താ മതി, അല്ലാതെ ബ്രോക്കർ പണിയുമായിട്ട് എന്റെ തറവാട്ട് മുറ്റത്തെങ്ങാനും കാല് കുത്തിയാ ചവിട്ടി കീറും ഞാൻ. ഓങ്ങല്ലൂർ ഗണപതിയാണ്. ഇത് കത്ത് കൊടുക്കാൻ പോലെ ആ മുറ്റത്ത് ഞാൻ കാലെടുത്ത് കുത്തൂല. സത്യം. കത്ത് കൃത്യമായിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ചവിട്ടി കൂട്ടും ഞാൻ. കാല് കുത്തിയാലും വെട്ടും, കുത്തിയില്ലെങ്കിലും വെട്ടും. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യേണ്ടതെന്ന് നിന്നെ ഈ പണിക്ക് പറഞ്ഞു വിട്ടവനില്ലേ, അവനോട് പോയി ചോദിക്കേ. ആരോട്? വേണ്ട വേല ഇതാ വെള്ളത്തിൽ താളം ചവിട്ടല്ലേ. നിന്നെ പറഞ്ഞു വിട്ടത് അവനല്ലടാ, നജീബ്. ഈശ്വര, അവനോട് പോയി പറഞ്ഞേക്ക്, അവൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ ഒരു ദല്ലാളെ അങ്ങോട്ട് വിടണ്ടാന്ന്. ആ നേരം കൊണ്ട് കെട്ടിയ പെണ്ണിന് ചെലവിന് കൊടുക്കാനുള്ള പണിവെല്ലാം നോക്കാൻ പറ. അതിനല്ല ന്യൂ ഫ്രണ്ട്സ് മാനേജ്മെന്റിന്റെ ആഫീസ് തുറന്നേക്കണത്. കൊറേ ഒലത്ത് ഓഫീസ് തുറന്നു വെച്ചാ പോരാ, എന്റെ സഹായമില്ലാതെ ഞാൻ നടത്തുന്നത് പോലെ ഒരു ഇവന്റ് അവൻ നടത്തി കാണിക്കട്ടെ. അന്ന് കളരിക്കൽ അച്യുതൻകുട്ടി ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റിന്റെ ഓഫീസ് അടച്ചു പൂട്ടി പട്ടരുമടത്തിൽ നജീബിന്റെ ഓഫീസിൽ ചെന്ന് അവൻ പറയുന്നതനുസരിക്കും.